ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി പലതരം ഈവനിങ് സ്നാക്കാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴും അതുപോലെ മഴയത്തൊക്കെ നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഈവനിങ് സ്നാക്കാണ് ഷെയർ ചെയ്യുന്നത്. ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവടയാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള 5 സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തിന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവാള ആയതുകൊണ്ട് ഞാൻ 5 എണ്ണം എടുത്തതാണ്. വലിയ സവാളയൊക്കെ ആണെങ്കിൽ 4 എണ്ണം മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സവാള ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം. ഇങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ ഒന്നിച്ചൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ട് ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഈ ഒരളവിൽ 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കുറക്കാം കേട്ടോ. 8 ടേബിൾ സ്പൂണാണ് 1/2 കപ്പ് എന്ന് പറയുമ്പോൾ. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂണ് റൈസ് ഫ്ലോർ പച്ചരിപ്പൊടിയും കൂടെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലോട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട. നമ്മളിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു സവാളയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. എന്നിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ കുറേ നേരം വെച്ചേക്കരുത്. പിന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ മാവ് ലൂസായി പോകും കുറേ നേരം നമ്മൾ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ. ഈ ഒരു സവാളയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറേശ്ശെ എണ്ണയിലിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറേശ്ശെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നിച്ചാക്കാട്ടോ. ഉള്ളിയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വിതറി കൊടുക്കുമ്പോൾ എല്ലാം കൂടെ സെപ്പറേറ്റ് ആയി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആക്കിയെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണ നല്ല ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ എണ്ണ ചൂട് കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് നല്ലോണം കുറക്കാം കേട്ടോ ഈ ഒരു സമയത്തൊക്കെ. അപ്പോൾ ഇത് മൊരിഞ്ഞ് വരാനായിട്ട് ഒരു ഇച്ചിരി സമയം എടുക്കുന്നുണ്ട്. ഫ്ലെയിം കൂട്ടി വെക്കുക കേട്ടോ. നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ചാൽ മതി. പിന്നെ കൂട്ടി വെച്ചിട്ട് ഇത് നമുക്ക് മൊരിച്ചെടുക്കാം. ഒരു സൈഡ് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിലപ്പോൾ നമ്മൾ ആദ്യം ഇട്ടത് ആദ്യം ഒന്ന് മൊരിഞ്ഞ് വരും. അപ്പോൾ ആ ഒരു രീതിയിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടണം. അതുപോലെ ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്, അപ്പോൾ കഴിക്കാൻ കൊള്ളൂല, ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് മാറ്റിയാൽ മതി. അപ്പോൾ ഇത് മുരിഞ്ഞ് വന്നിട്ടുണ്ട് പാകത്തിന്. 2 സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഇനി ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഇത്രയും ഉണ്ടാക്കിയെടുക്കാനുള്ള മാവുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല മൊരിഞ്ഞ ഉള്ളിവടയാണ്. അപ്പോൾ നല്ല ചൂട് ചായയുടെ കൂടെ നല്ല ചൂടോടെ തന്നെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ രണ്ടാമത് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൽ ഉള്ളിയുടെ ചെറിയ പീസൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അല്ലെങ്കിൽ ഇതിൽ ഓവറായിട്ട് ഫ്രൈ ആയിട്ട് ടേസ്റ്റിൽ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് പരിപ്പ് വടയാണ്. അപ്പോൾ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് തുവരപ്പരിപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ പീസ് ദാൾ ഉണ്ടെങ്കിൽ പീസ് ദാൾ എടുക്കാം കേട്ടോ. അതാണ് ശരിക്കും എടുക്കേണ്ടത്. നമുക്കത് വാങ്ങിക്കാൻ കിട്ടും. പീസ് ദാൾ എന്ന് പറഞ്ഞിട്ട് പട്ടാണിയുടെ ആ ഒരു പരിപ്പാണ്. അതില്ലെങ്കിൽ നമുക്ക് ഈ ഒരു തുവരപ്പരിപ്പ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ 1/4 കപ്പ് കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം ഒരു 3-4 മണിക്കൂറൊന്ന് കുതിർത്ത് വെക്കാം. അപ്പോൾ ഇത് 3 മണിക്കൂറോളം കുതിർത്ത് വെച്ച ശേഷം ഇതുപോലെ ഒരു സ്ട്രെയിനറിലിട്ടിട്ട് വെള്ളം ഒന്ന് നല്ലോണം വാർന്നെടുക്കണം. ഒരു അരമണിക്കൂറൊക്കെ ഇതുപോലെ ഒരു സ്ട്രെയിനറിലിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്ന് കിട്ടും.
അപ്പോൾ ഇത് അരമണിക്കൂറോളം ഇതുപോലെ സ്ട്രെയിനറിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ കംപ്ലീറ്റ് മാറി കിട്ടിയിട്ടുണ്ട്, വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു തരുത്തരുപ്പോടെ വേണം അരച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നതല്ല കേട്ടോ, വെള്ളമൊന്നും ചേർക്കാതെ ഒരു തരുത്തരുപ്പോടെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ ഈ ഒരു ഫുഡ് പ്രോസസ്സറിലാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ചോപ്പർ ബ്ലേഡ് വെച്ചിട്ട് അരച്ചെടുക്കുമ്പോൾ ഒരു തരുത്തരുപ്പോടെ മാത്രമേ നമുക്ക് അരഞ്ഞ് കിട്ടുന്നുള്ളൂ. അപ്പം നിങ്ങൾ സാധാ ബ്ലെൻഡറിലിട്ടിട്ട് കുറേശ്ശേ ഇട്ട് കൊടുക്കുക കേട്ടോ, ഒന്നിച്ച് അരച്ചെടുക്കണ്ട, കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് ഒരു തരുത്തരുപ്പോടെ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പാകത്തിനൊരു തരുത്തരുപ്പോടെ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബ്ലെൻഡറിൽ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ആ ഒരു ജാറിലൊക്കെ ഇട്ട് പൊടിച്ചെടുക്കുമ്പോൾ പരിപ്പിൻ്റെ ചെറിയ ചെറിയ കഷ്ണമൊക്കെ ഇടയ്ക്ക് കിടക്കാറുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ പൊടിച്ചെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയുള്ള പരിപ്പിൻ്റെ കഷ്ണമൊക്കെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഇതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോസസ്സറിൽ തന്നെയാണ് ചോപ്പിംഗ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇനി വേണ്ടത് ഒരു 15 അല്ലെങ്കിൽ ഒരു 20 ചെറിയ ഉള്ളി, അതുപോലെ 4-5 വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ലോണം ചെറുതാക്കിയിട്ട് ഒരു നൈഫ് വെച്ചിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി. വറ്റൽമുളകൊക്കെ ഒരു കത്രിക വെച്ചിട്ട് ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ചേർക്കാതെ വറ്റൽമുളകൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കൂടുതൽ നേരം ബ്ലെൻഡ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പൊടിഞ്ഞു പോവാത്ത രീതിയിൽ കിട്ടും. ഇതിപ്പോൾ ഞാൻ പാകത്തിന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ചോപ്പർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നല്ലോണം ചെറുതാക്കിയിട്ട് ഒരു നൈഫ് വെച്ചിട്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതി. പിന്നെ ഉള്ളിയൊന്നും ചതച്ചെടുക്കരുത് കേട്ടോ, അതുപോലെ ബ്ലെൻഡറിലൊന്നും ഇട്ട് കൊടുക്കരുത് ഉള്ളി. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് മാവ് ലൂസായി പോകും. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പരിപ്പ് വട ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഈ ഒരു പരിപ്പിൻ്റെ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് 1-2 കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇതിലോട്ട് ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അപ്പോൾ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം പാകത്തിന്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് എല്ലാം കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് കൈവെള്ളയിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പരിപ്പ് വടയുടെ ജസ്റ്റ് ഈ ഒരു ഷേപ്പാക്കി എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് എല്ലാം കൂടെ ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതിനേക്കാളും വലിയ സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ വലിയ സൈസിൽ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു അളവിൽ ഈ ഒരു സൈസിലുള്ള പരിപ്പ് വടയാണെങ്കിൽ നമുക്ക് 20 എണ്ണം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വലിയ സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ വലിയ സൈസിൽ നിങ്ങൾ ബോൾസാക്കി എടുത്താൽ മതി. പിന്നെ ഇത് മൊരിഞ്ഞ് കിട്ടാനായിട്ട് ഒരു ഇച്ചിരി സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരിക്കലും ഫ്ലെയിം നല്ലോണം കുറക്കരുത്. അപ്പോൾ ഇത് മൊരിഞ്ഞ് കിട്ടാനായിട്ട് നല്ലോണം സമയം എടുക്കുന്നുണ്ട്. പിന്നെ നല്ലോണം ഫ്ലെയിം കൂടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഫ്ലെയിം കുറച്ചാൽ മതി. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ടുള്ള പരിപ്പ് വടയാണിത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ചട്ടമ്പടയാണ്. ഒരു കർണാടക സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് വേണ്ടത് കടലപ്പരിപ്പാണ്. 1.5 കപ്പ് കടലപ്പരിപ്പ് ഒരു 2-3 മണിക്കൂർ കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തൂവരപ്പരിപ്പല്ല കേട്ടോ ഇതിന് വേണ്ട, കടലപ്പരിപ്പാണ്. നമുക്ക് ചന്നാദാൾ എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. പറയാത്തവർക്ക് വേണ്ടിയിട്ട് കൺഫ്യൂഷൻ വേണ്ട. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റേഷൻ കടല വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 2-3 മണിക്കൂറൊക്കെ കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കടലപ്പരിപ്പാണിത്. 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് 1/4 കപ്പ് ഉഴുന്ന് പരിപ്പാണ് വേണ്ടത്. ഇതും കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഉഴുന്ന് പരിപ്പാണ് കേട്ടോ. അപ്പോൾ ഒന്നിച്ച് തന്നെ നമുക്ക് കുതിർത്ത് വെക്കാം. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കുതിർത്ത് വെച്ചെന്നേ ഉള്ളൂ. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് ഒരു സ്ട്രെയിനറിലിട്ടിട്ട് നല്ലോണം വെള്ളം വാലാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മൾ നേരത്തെ പരിപ്പ് വടയിൽ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ വെള്ളവും കൂടെ നല്ലോണം ഒന്ന് വാർന്നെടുക്കണം. അരമണിക്കൂറൊക്കെ ഒന്ന് ഇതുപോലെ ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെച്ചാൽ മതി.
ഇപ്പോൾ ഇത് കംപ്ലീറ്റ് വെള്ളമൊക്കെ വാർന്ന് കിട്ടിയിട്ടുണ്ട്. അരമണിക്കൂറോളം ഇതൊരു സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും മതി. ഇനി ഇത് ഞാൻ ബ്ലെൻഡറിൽ തന്നെ പൊടിച്ച് കാണിച്ചു തരാം കേട്ടോ. മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലിട്ടിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കണ്ട. കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് തരിതരിപ്പോടെ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. തരിതരിപ്പോടെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒരു തരിതരിപ്പോടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മാവൊക്കെ നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 2 സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളക്, അതുപോലെ ഒരു 2 തണ്ട് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം, ഒരു 1/4 ഇഞ്ച് എന്ന സൈസിലുള്ള ഇഞ്ചിയും കൂടെ. അപ്പോൾ ഇത് 3ഉം കൂടെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഒരുമിച്ച്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വരെ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പാകത്തിനുള്ള ഉപ്പ്. അപ്പോൾ എല്ലാം കൂടെ ആയി. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഒരു കൈ കൊണ്ട് നുള്ളി എടുത്തിട്ടാണ് കേട്ടോ ഇത് സാധാരണ ഫ്രൈ ചെയ്തെടുക്കാറ്. അങ്ങനെ ഷേപ്പാക്കി എടുക്കാറൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാനിതൊരു പരിപ്പ് വടയുടെ ഈ ഒരു ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഈ ഒരു രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ആക്കിയെടുത്തിട്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മുരിഞ്ഞ് വരാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പരിപ്പ് വട ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഇത് രണ്ടും ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. പരിപ്പ് വടയും അതുപോലെ ഈ ഒരു ചട്ടൻ വടയും ടേസ്റ്റിൽ മാറ്റമുണ്ട്. അപ്പോൾ രണ്ടും ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഒരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡും കൂടെ മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മാറ്റാം കേട്ടോ. ഇതും നമുക്കൊരു ഈ ഒരളവിൽ 20 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഒരു 15 മുതൽ 20 എണ്ണം വരെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ പിന്നെ എടുക്കുന്ന സൈസ് അനുസരിച്ച് മാറ്റം വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനി ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാണ് കർണാടക ഫേമസ് ആയിട്ടുള്ള ചട്ടൻ വട. മുമ്പേ ചെയ്യാറുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. ഈ ഒരു ചട്ടൻ വട എന്ന് പറയുന്ന ചട്ടൻ വട, അതുപോലെ അമ്പട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കടലച്ചുണ്ടൻ. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു രാത്രി ഫുള്ള് കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കടലയാണ്. അപ്പോൾ ഇതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 400 ഗ്രാമാണ്. 1/2 കിലോ ഫുൾ എടുത്തിട്ടില്ല. ഇനി ഇതിലോട്ട് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ വെള്ളം കൂടുതലുണ്ടെങ്കിൽ പിന്നീട് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അങ്ങ് വെള്ളം ചേർത്ത് കൊടുക്കണ്ട. വേവാൻ പാകത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് വേവിച്ചെടുക്കുക. ഒരു വിസിൽ വന്ന ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിക്കുമ്പോൾ പാകത്തിനാകുന്നുണ്ട് ഈ ഒരു കുക്കറിൽ. അതുപോലെ റേഷൻ കടലയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ വേവിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇത് 4 വിസിൽ വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. പക്ഷേ ഇതിലൊരിച്ചിരി വെള്ളം ബാക്കിയുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങനെ വെന്ത് ഉടയുന്ന പരുവത്തിൽ വേവിച്ചെടുക്കണ്ട. അപ്പോൾ ഇത് പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ തുറന്നിട്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാം. അല്ലാതെ പ്രഷർ കുക്കർ മൂടി വെച്ചിട്ട് അങ്ങനെയല്ല കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ കടല വെന്ത് ഉടഞ്ഞിട്ടുമില്ല, പാകത്തിന് തന്നെ ഉണ്ട്. പിന്നെ ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള വറവിടാം. അപ്പോൾ ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലോട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് ആക്കാട്ടോ ഈ ഒരു സമയത്തൊക്കെ. ഇനി നമുക്കിത് നേരത്തെ വേവിച്ച് വെച്ച കടലയിലോട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിൽ അരിഞ്ഞത് വേണമെങ്കിൽ ചേർത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഈ ഒരു സമയത്ത്.
അപ്പോൾ ഇത് നമുക്ക് ഈവനിങ്ങിനും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ കഴിക്കാറുണ്ട്. ഈ ഒരു കടലച്ചുണ്ടൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റേഷൻ കടല വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് പഴം ബോണ്ടയാണ്. അപ്പോൾ നോക്കാം, എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് പഴമാണ്. ഇതിപ്പോൾ റോബസ്റ്റ പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റോബസ്റ്റ പഴം കുറച്ച് ചെറിയ സൈസാണ്, അതുകൊണ്ട് ഞാൻ 5 എണ്ണം എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല മീഡിയം സൈസിലുള്ള റോബസ്റ്റ പഴമാണെങ്കിൽ 4 എണ്ണം എടുത്താൽ മതി. അതുപോലെ നേന്ത്രക്കായ എടുക്കുന്നുണ്ടെങ്കിലും 4 എണ്ണം എടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കുക. അങ്ങനെ പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണമെന്നില്ല, ഇതുപോലെ നല്ലോണം ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി. പിന്നെ ചെറുപഴം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 6 7 ഒക്കെ എടുത്താൽ മതി. ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാം കേട്ടോ. ഏത് പഴമാണെങ്കിലും ഇതുപോലെ നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതിനേക്കാളും ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. മിക്സിയിലെടുക്കുമ്പോൾ പേസ്റ്റ് പരുവത്തിലായിപ്പോവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ പീസസ് ഉണ്ടെങ്കിൽ ഇതിൽ ഒന്ന് ചെറുതാക്കിയിട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നല്ല പഴുത്ത പഴമാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് മാഷ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വേറൊരു ബൗളിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മാവ് കുഴച്ചെടുക്കാനായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് വെള്ളം ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പഞ്ചസാര ആദ്യം ഇതുപോലെ ഒന്ന് അലിയിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പഞ്ചസാര അലിഞ്ഞ് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് 1/2 കപ്പ് പഞ്ചസാര തന്നെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ പഴം ക്രഷ് ചെയ്തെടുക്കുന്ന സമയത്ത് വേണമെങ്കിലും പഞ്ചസാര ചേർത്തിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാര അലിഞ്ഞ് കിട്ടും നമ്മൾ പഴം മാഷ് ചെയ്തെടുക്കുന്ന സമയത്ത്. ഇതിപ്പോൾ അങ്ങനെ നന്നായിട്ട് പഞ്ചസാര അലിഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇതിലോട്ട് ഇനി മൈദയും ഓരോന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇത് എല്ലാം കൂടെ ഒന്ന് അലിഞ്ഞ് വന്നോളും. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ്, വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിലോട്ട് മൈദയാണ്. ഞാനിപ്പോൾ 2 കപ്പ് മൈദയാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയാം ഇതിലോട്ട് എത്രയാണ് മൈദ വേണ്ടതെന്ന്. അപ്പോൾ ഇത് കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലോട്ട് മൊത്തത്തിൽ 2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വടിച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് മെഷർമെൻറ്റ് കപ്പിൽ. അപ്പോൾ 2 കപ്പ് മൈദ പോരാ എന്ന് തോന്നിയപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ 2 കപ്പും 2 ടേബിൾ സ്പൂൺ മൈദയുമാണ് കേട്ടോ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ സൈസിൽ അത് വ്യത്യാസം വരും. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് നുള്ളി എടുത്തിടാൻ പറ്റണം, ആ ഒരു രീതിയിലാണ്. അല്ലാതെ ഒഴിച്ച് കൊടുക്കുന്ന പരുവമല്ല, കൈകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വാരി എണ്ണയിലോട്ട് ഗോളി ബജിയൊക്കെ ചെയ്യുന്ന പോലെ ഇതുപോലെ ഇങ്ങനെ എടുത്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് വലിയ പണിയൊന്നുമില്ല, നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ കേട്ടോ മൊത്തത്തിൽ. പിന്നെ അതുപോലെ ഇത് അങ്ങനെ മിക്സ് ചെയ്ത് മാറ്റി വെക്കണം അങ്ങനെയൊന്നുമില്ല, നമുക്ക് മിക്സ് ചെയ്ത് എടുത്തിട്ട് അപ്പം തന്നെ ചുട്ടെടുക്കാം. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, കാണുമ്പോൾ ഒരു ഗോളി ബജ് ആ ഒരു ഇതിൽ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ കഴിക്കുമ്പോൾ ഇത് ഫുള്ള് ടേസ്റ്റ് ഡിഫറെൻ്റാണ്. പഴമൊക്കെ ചേർക്കുന്നതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു രീതിയിലല്ലല്ലോ. പക്ഷേ നമുക്ക് കാണുമ്പോൾ ഗോളി ബജി എന്നൊക്കെയാണ് കേട്ടോ ഇത് കാണുമ്പോൾ പെട്ടെന്ന് തോന്നിപ്പോവുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനും പറ്റും, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. പഴംപൊരി ഉണ്ടാക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ഗോളി ബജി ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നുള്ളി ഇട്ട് കൊടുത്താൽ മതി, ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് റവ വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ്, ഒരു ക്രിസ്പി സ്നാക്കാണ്. ഇതും എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 3/4 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നല്ല ചെറിയ തരിയുള്ള റവയാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ തരിയുള്ള റവ വേണം എടുക്കാനായിട്ട്, ഏറ്റവും നല്ലത്. ഇനി ഇതിലോട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂണ് മൈദയും അതുപോലെ 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം, മൊത്തത്തിൽ 1 കപ്പ് റവ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു സെയിം ഈ പാത്രത്തിൽ തന്നെ 1/2
കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിത് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അരമണിക്കൂറൊക്കെ മാറ്റി വെക്കുമ്പോൾ ഇത് നല്ലോണം സോക്കായി വെള്ളം കുടിച്ചൊന്ന് തിക്കായി വരാറുണ്ട്. പക്ഷേ ഈ ഒരു റവ അത്ര തിക്കായി വരാറില്ല കേട്ടോ. നമ്മൾ എടുക്കുന്ന റവയുടെ ഇതനുസരിച്ചിരിക്കും. നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഇതിലോട്ട് റവ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, നോക്കിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ്. അതുപോലെ വെള്ളം വേണമെങ്കിലും പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്കൊരു അരമണിക്കൂറിൻ്റെ അടുത്ത് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് അരമണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിപ്പോൾ നല്ല പാകത്തിനുള്ള പരുവം തന്നെയാണ്. ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട, അതുപോലെ റവ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പാകത്തിന് കറക്റ്റ് നമുക്കൊരു നുള്ളി എടുക്കാനുള്ള പരുവാണ് വേണ്ടത്. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 1/4 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കായപ്പൊടി, ഒരു നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലോട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാനുണ്ട്. ബേക്കിംഗ് സോഡ എപ്പോഴും അവസാനം ചേർത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2-3 അല്ലെങ്കിൽ 1-2 ടേബിൾ സ്പൂണൊക്കെ റവ ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട്. അതുപോലെ നല്ലോണം ഓവർ തിക്കാണ് എന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. നമ്മളിത് എണ്ണയിലോട്ട് കയ്യിൽ നുള്ളിയെടുത്തിട്ടാണ് കേട്ടോ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് എല്ലാം കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. കൈകൊണ്ട് തന്നെ മിക്സാക്കി എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. നമുക്കപ്പോൾ കറക്റ്റ് പരുവം മനസ്സിലാവും. നമ്മളിതുപോലെ കയ്യിൽ നുള്ളി എടുത്തിട്ട് ഇങ്ങനെ കുറേശ്ശെ നുള്ളി എടുത്തിട്ട് എണ്ണ നല്ല ചൂടായ ശേഷം ചുട്ടെടുത്താൽ മതി. എണ്ണ നല്ല ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ചുട്ടെടുക്കാം കേട്ടോ. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുക്കരുത്. പുറം ഭാഗം പെട്ടെന്ന് ഇത് ഫ്രൈ ആയി വരും, അകത്ത് അത്ര വെന്ത് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ ഗോളി ബജിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ഇതുപോലെ ഇങ്ങനെ നുള്ളിയിട്ട് ചെറിയൊരു ബോൾസ് പരുവത്തിൽ ജസ്റ്റ് ഒന്ന് നുള്ളിയിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 2 സൈഡും മൊത്തത്തിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു കളറാകുന്നവരെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയാൽ മതി. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പ്രാവശ്യം കൂടെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള മാവുണ്ട് നമ്മൾ എടുത്ത അളവിൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കരുത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. നമ്മളെ വീട്ടിൽ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഇത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു പുറം ഭാഗം ഒരു ക്രിസ്പിയും അകത്ത് ഒരു സോഫ്റ്റുമായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്